നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയിർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. ഇന്ന് ദുഃഖവെള്ളി. ലോകം മുഴുവൻ ക്രൂശിതനെ ആരാധിക്കുന്ന, ധ്യാനിക്കുന്ന ദിവസം. മൗനത്തിന് പോലും മരണത്തിൻ്റെ ഗന്ധമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൈവാലയ പരിസരങ്ങളും മനസ്സിൽ ഭീതിയുണർത്തുന്ന മരമണികളും പീഡാനുഭവ വായനകളും പരിഹാര പ്രദക്ഷിണവുമെല്ലാം ഇന്നിൻ്റെ സവിശേഷതകളാണ്. ദുഃഖവെള്ളി എന്ന ദിവസം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം സ്നേഹം തന്നെയാണ്. ദൈവത്തിന് മനുഷ്യനോടുള്ള അതിയായ സ്നേഹം. ഈ ലോകത്തിൽ അളക്കാൻ പറ്റാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്നേഹം തന്നെയാണ്. ആ വലിയ അളവില്ലാത്ത സ്നേഹമാണ് നാം എല്ലാവരും ഇന്നേ ദിവസം ചേർത്ത് പിടിച്ച് അനുഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തുടർന്നും വചനത്തിൽ വായിക്കുന്നു, സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല എന്ന്. ഈ സ്നേഹത്തെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കാനാണ്? ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നതാണ് ഒരു സത്യാവസ്ഥ. അവൻ എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഗാഗുൽത്തായുടെ നെറുകയിൽ മരക്കുരിശിൽ 3 ആണികളിൽ ജീവൻ അർപ്പിച്ചപ്പോൾ അവൻ പഠിപ്പിച്ചത് ജീവിതം വഴി കാണിച്ചു തരികയായിരുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല. ഇന്നത്തെ വെള്ളിയാഴ്ചയ്ക്ക് നമ്മളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്: നിന്റെ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ, മുറിയപ്പെടാൻ നീ തയ്യാറാണോ? ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടിയും, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും ത്യാഗങ്ങൾ ഏറ്റെടുത്ത് മുറിയപ്പെടുമ്പോൾ ആ കുടുംബം വിശുദ്ധിയുടെ വിളനിലമാവുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മുറിയപ്പെടുമ്പോൾ, അവർക്ക് വേണ്ടി സഹനങ്ങൾ ഞാൻ ഏറ്റെടുക്കുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയും ഞാൻ സ്വയം സമർപ്പിക്കുക വഴി അവരുടെ ജീവിതം സന്തോഷമായി മാറുന്നുണ്ട് എങ്കിൽ അവിടെ സ്വർഗം ആഗതമാവുകയാണ്. 1865 ലോക ജനതയെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെട്ട ശേഷം വാഷിംഗ്ടണിലെ തെരുവീഥികളിലൂടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് ജനസാഗരത്തിൻ്റെ മധ്യത്തിലൂടെ വിലാപയാത്ര നടത്തുന്ന അവസരത്തിൽ ഒരു നീഗ്രോ കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിച്ചു, ആരാണ് അമ്മേ ആ മരിച്ചത്? കുഞ്ഞിനെ അല്പം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ശവമഞ്ചത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, മോനെ, എനിക്കും നിനക്കും വേണ്ടി മരിച്ച വലിയ മനുഷ്യനായിരുന്നു എന്ന്. തൻ്റെ ചെറുപ്പകാലത്ത് ദാരിദ്ര്യത്തിൻ്റെയും നരകയാതനയുടെയും വേദന നന്നായി അനുഭവിച്ച ആ കൊച്ചുബാലൻ പിന്നീട് വലിയ പദവികളിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ കൂടുതൽ ശക്തമായി അടിമത്തത്തിനെതിരെ, അടിമകളായി കണ്ടിരുന്ന മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധൈര്യപൂർവ്വം പോരാടിയ ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൺ. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ നാം സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുമ്പോൾ പടിപടിയായി നാം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് എന്ന സത്യം മറക്കാതിരിക്കാം. കാരണം സഹനമാണ് രക്ഷയിലേക്കുള്ള ഏക വഴി. അവഹേളനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശിൻ്റെ മാറിൽ ദൈവം തല ചായ്ച്ച നിമിഷം മുതൽ ആ കുരിശ് നമുക്ക് സംരക്ഷണമായി, രക്ഷയുടെ അടയാളമായി തീർന്നു. ദൈവപുത്രനായ ക്രിസ്തു സഹനങ്ങൾ ഏറ്റെടുത്തത് വഴി നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യൻ സഹനങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുക. നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ, എന്തുകൊണ്ട് എന്ന ചോദ്യം.
സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ, രോഗം, ദാരിദ്ര്യം, ഇങ്ങനെ പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളും അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം തന്നെയാണ് വൈ? എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇങ്ങനെ തുടരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ദുഃഖവെള്ളി നമുക്ക് ഇന്ന് സമ്മാനിക്കുന്നത്. അവൻ്റെ കുരിശിലേക്കൊന്ന് നോക്കുക. അവിടുന്ന് നമുക്ക് രക്ഷ സമ്മാനിച്ചത് സഹനത്തിൻ്റെ പാതയിലൂടെയാണെങ്കിൽ അവിടുത്തെ അനുധാവനം ചെയ്യുന്ന നമുക്കും ആ വഴിയെ തന്നെ സഞ്ചരിക്കാം. ആ സഹനങ്ങൾക്കും അപ്പുറം ഒരു രക്ഷയുണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യാം. പരാതികളില്ലാതെ, ഒരു പരിഭവം പോലും ഇല്ലാതെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെയായിരുന്നു ക്രിസ്തുനാഥൻ സഹനങ്ങൾ ഏറ്റെടുത്തത് എങ്കിൽ നമുക്കും അതേ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മുറിയപ്പെടാൻ നമുക്കും തയ്യാറാകാം. ആ സഹനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ മൂല്യമുള്ളത് തന്നെയാണ്. നമ്മുടെ ജീവിതം ദുഃഖവെള്ളി കൊണ്ട് അവസാനിക്കുന്നില്ല. അതിനപ്പുറമുള്ള പ്രത്യാശയുടെ ഒരു ഉത്ഥാന ദിവസം കൂടി ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി സധൈര്യം ജീവിത സഹനങ്ങളെ സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ നമുക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഈ നന്മ നിറഞ്ഞ സുദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ആമീൻ.